നമ്മളിൽ നിന്ന് ഏതാനും ദിവസം മുമ്പ് ദൈവസന്നിധിയിലേക്ക് യാത്രയായ ബഹുമാനപ്പെട്ട അനുബച്ചൻ്റെ ഓർമ്മയെ ആദരിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നിങ്ങളോരോരുത്തരും അദ്ദേഹത്തിൻ്റെ വേർപാടിൽ വേദനിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്താൻ എനിക്ക് പറ്റിയില്ല. ഇന്ന് ഞാൻ വിദേശത്തായിരുന്നു. എങ്കിലും ബഹുമാനപ്പെട്ട എൻ്റെ ആവശ്യം പ്രത്യേകമായിട്ട് രൂപതയുടെ അനുശോചനം നിങ്ങൾ അറിയിച്ചു കഴിഞ്ഞു. അഭിയന്ന ലക്ഷ്മിതാവ് മൃതസംസ്കാര ശുശ്രൂഷകർക്ക് കാർമ്മികത്വം വഹിക്കുകയും ചെയ്തു. എല്ലാം വളരെ ഭംഗിയായിട്ട് നിർവഹിക്കപ്പെട്ടു. ഇനി നമ്മൾ പഴയ ജീവിതത്തിലേക്ക്, നമ്മുടെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകേണ്ടതുണ്ട്. എൻ്റെ പേരിലുള്ള പ്രത്യേകമായിട്ടുള്ള അനുശോചനവും പ്രാർത്ഥനയും ഒക്കെ നിങ്ങളെ അറിയിക്കുന്നു. അനുഭവിച്ച തീർച്ചയായിട്ടും ഈ രൂപതയെ സംബന്ധിച്ച് ഒരു സമ്പത്ത് തന്നെയായിരുന്നു. പക്ഷെ സമ്പത്ത് അന്നത്തെ ആ സംസ്കാര ശുശ്രൂഷയുടെ ഇടയിലുള്ള വചനപ്രഭാഷണത്തിൽ ബഹുമാനപ്പെട്ട എല്ലായിടത്തും സൂചിപ്പിച്ചതുപോലെ നല്ല റോസപ്പൂവാണെങ്കിലോ അത് ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് പറിക്കുകയോ പറിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യും. എവിടെ കൊണ്ട് വെക്കണമെന്നുള്ളത് ദൈവം തന്നെ തീരുമാനിക്കും. നമ്മുടെ കാഴ്ചപ്പാടുകളല്ല ദൈവത്തിൻ്റേത്. അദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ കാര്യം, അനുഭവിച്ചിൻ്റെ ഈ ലോകത്തിലെ പ്രവർത്തനങ്ങൾ, ശുശ്രൂഷകൾ, ദൈവം ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയായി. നമുക്ക് ഓരോരുത്തർക്കും ദൈവം ഒരു ദൗത്യം തന്നിട്ടുണ്ട്. അത് എത്ര കാലം എന്നുള്ളതിന് പ്രത്യേകിച്ച് നമുക്കറിവൊന്നുമില്ല. എത്ര കാലമാണോ അത്രയും കാലം അത് നിർവഹിച്ച ശേഷം മടങ്ങുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. പഴയ നിയമത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ പൂർവ്വപിതാക്കന്മാരെല്ലാം എപ്പോഴും പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. ഈ ഭൂമിയിലെ വാസമെന്ന് പറയുന്നത് ഒരു ദേശാന്തരവാസ കാലമാണ്. ദേശാന്തരം എന്ന് പറഞ്ഞാൽ സ്വന്തം ദേശത്തല്ലാതെയുള്ള വാസം. അതൊരു യാത്രയാണ്. യാത്രയുടെ അവസാനം നമ്മൾ ദൈവത്തിലേക്ക്, നമ്മുടെ പൂർവികരിലേക്ക് തിരിയേണ്ടതുണ്ട്. അവരെല്ലാവരും പറയുന്നത് ഞങ്ങളുടെ പൂർവിക പിതാക്കന്മാരോട് ചേരാൻ സമയമായി. ദൈവം മോശയോടും അഹ്റോനോടെല്ലാം പറയുന്നതാണ്, നിങ്ങളുടെ പൂർവികരോട് ചേരാൻ സമയമായി. ഈ ഒരു അവസ്ഥാവിശേഷമാണ് നമ്മുടെ മരണത്തെക്കുറിച്ച് വിശുദ്ധ പൗലോസ്ലീഹ എന്ന് പറഞ്ഞത്. നമ്മളാരും അദ്ദേഹത്തെ തീർച്ചയായിട്ടും ദുഃഖമുണ്ടാകും. പക്ഷേ നമുക്ക് നിരാശയ്ക്ക് ഇടമില്ല എന്നാണ്, അല്ലെങ്കിൽ നിരാശപ്പെടാൻ പാടില്ല. കാരണം നമ്മൾ ജീവിച്ചാലും മരിച്ചാലും കർത്താവിനോട് കൂടിയുള്ളതാണ് നമ്മുടെ ജീവിതമെന്ന് പറയുന്നത്. പൗലോസ് തന്നെ പറയും, ഏതാണ് എനിക്കിഷ്ടമെന്ന് ചോദിച്ചാലും മരിച്ച് കർത്താവിനോട് കൂടി ആയിരിക്കുന്നതാണ്. പക്ഷേ ഈ ലോകത്തിൽ ഞാൻ ജീവിക്കേണ്ടത് ആവശ്യമാണെന്നുള്ളത് കൊണ്ട് ഞാൻ ഈ ലോകത്തിൽ കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്നു. നമ്മുടെയൊക്കെ മനോഭാവം ഇത് തന്നെയാണെങ്കിൽ നമുക്ക് വലിയ ആശ്വാസമുണ്ടാകും. അനുഭവത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇതൊക്കെ തന്നെയാണ്. അദ്ദേഹം ജീവിച്ചാലും മരിച്ചാലുമെല്ലാം കർത്താവിനോട് കൂടിയായിരുന്നു. കർത്താവിന് വേണ്ടിയിട്ടാണ് ജീവിച്ചത്. ആ ഒരു ധൈര്യത്തിൽ നമുക്ക് പരസ്പരം ആശ്വസിപ്പിക്കാൻ കഴിയും. അനുഭവത്തിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തെ സെമിനാരിൽ സ്വീകരിച്ചതും പിന്നീട് അദ്ദേഹത്തിൻ്റെ പഠനകാലത്തുടനീളം അദ്ദേഹത്തെ അനുധാവനം ചെയ്തതും അല്ലെങ്കിൽ കൂടെ നടന്നതൊക്കെ ഞാൻ തന്നെയാണ്. സെമിനാരിയിലായപ്പോഴും അല്ലാത്തപ്പോഴുമൊക്കെ പോയി കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട നമുക്കറിയാം ഒരു കാര്യമെന്ന് പറയുന്നത് വിശ്വാസം, ദൈവത്തിൽ വിശ്വാസം ഉണ്ടാവുക, ഈശോയിൽ വിശ്വസിക്കുക. തനിക്ക് ദൈവം തന്നിരിക്കുന്ന ദൗത്യത്തിൽ വിശ്വസിക്കുന്നതൊക്കെ തന്നെയാണ്. ആ വിശ്വാസം 100% കാത്തു സൂക്ഷിച്ചെടുത്തിയ അനുഭവിച്ചെന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ സൗമ്യതയും അതോടൊപ്പം തന്നെ സരസമായ പ്രകൃതിയും ആളുകളോടുള്ള സൗഹൃദമെല്ലാം പ്രത്യേകം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. സെമിനാരിയിലായിരുന്നപ്പോഴും എല്ലാവരോടും ഒരുപോലെ കൂട്ടുകൂടാനും ഒരുമിച്ച് പോകാനും അധികാരികളോട് വിധേയത്വം പുലർത്താനും ഒക്കെ വളരെയധികം ശ്രദ്ധിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ജീവിച്ചത്. നമുക്കറിയാം കത്തോലിക്ക സഭയുടെ നെടുംതൂണുകളെന്ന് പറയുന്നത് വിശ്വാസവും വിധേയത്വവുമാണ്. ഈ രണ്ട് കാര്യവും 100% അനുഭവിച്ചിട്ടുണ്ടായിരുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഏത് കാര്യവും പറഞ്ഞ് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ കൃത്യതയോടെ ചെയ്യുകയും യാതൊരു തരത്തിലും മടിയും കൂടാതെ ആ കാര്യം അതിൻ്റെ പൂർണ്ണതയിലെത്തിക്കുന്നത് വരെ അതിൽ തന്നെ വ്യാപൃതനായിരിക്കുകയും മറ്റൊന്നിനും പോകാതിരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഈ രീതിയിലെല്ലാം എപ്പോഴും വിധേയത്വത്തോടു കൂടി വിശ്വാസത്തോടു കൂടി പോയിരുന്ന പെട്ടെന്ന് പോകുമെന്ന് നമ്മളാരും വിചാരിച്ചില്ല. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതിയിൽ അദ്ദേഹത്തിൻ്റെ ദൗത്യമിവിടെ പൂർത്തിയായിരുന്നു. അപ്പോഴാ പൂർത്തിയായ ദൗത്യത്തിന് ശേഷം അദ്ദേഹം
കർത്താവിനോടൊപ്പം ആയിരിക്കാൻ വേണ്ടി യാത്രയായതാണ്. പ്രിയമുണ്ടാകുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിൽ തന്നെയാണ്. നമ്മളുടെ ജീവിതം എത്ര കാലം നീളുമെന്ന് നമുക്കാർക്കും അറിഞ്ഞുകൂടാ. പക്ഷെ നമ്മൾ ജീവിച്ചാലും മരിച്ചാലുമെല്ലാം കർത്താവിനോട് കൂടിയാണ് എന്നുള്ള ഒരു കാര്യം നമ്മളെ ആശ്വസിപ്പിക്കണം. നിത്യജീവൻ എന്ന് പറയുന്നത് കേവലം മരണശേഷം കിട്ടാൻ പോകുന്ന ഒരു ജീവിതത്തെക്കുറിച്ചല്ല. അതിൻ്റെ നിത്യജീവൻ എന്ന് പറയുന്നത് ദൈവത്തോടൊപ്പമുള്ള ജീവിതത്തെയാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഗുണമേന്മല്ല, ക്വാളിറ്റി, ദൈർഘ്യമല്ല, ക്വാളിറ്റിയാണ് പ്രധാനപ്പെട്ടത്. അപ്പോഴങ്ങനെ ഈ നിത്യജീവൻ്റെ അനുഭവം ഈ ലോകത്തിൽ തന്നെ ഉണ്ടാവുക. അതിനുശേഷം അതിൻ്റെ നിത്യതയിലേക്ക് നമ്മൾ മരണശേഷം പ്രവേശിക്കുന്നു. ഇതാണ് ക്രൈസ്തവ വിശ്വാസം എന്ന് പറയുന്നത്. ഈ അർത്ഥത്തിൽ വേണം നമ്മളിതിനെ സ്വീകരിക്കാനായിട്ട്. ഇന്നത്തെ സുവിശേഷത്തിൽ പറഞ്ഞത് തന്നെയാണ്. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നതിന് ശേഷം മരിക്കുന്നു. മരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഉയർത്തെഴുന്നേൽക്കും. ആ ഉയർത്തെഴുന്നേറ്റ ജീവിതം എങ്ങനെയായിരിക്കും? നമ്മുടെ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾക്ക് അനുസരിച്ച് ഒരുപക്ഷെ അത് നമുക്ക് സമ്മാനത്തിനായിട്ടായിരിക്കാം, സ്വർഗത്തിനായിട്ട്, അതല്ലെങ്കിൽ ശിക്ഷാവിധിക്കായിട്ടായിരിക്കാം. ഏത് രീതിയിലാണെങ്കിലും അത് അങ്ങനെ വന്നേ മതിയാകും. ആ ജീവിതം എങ്ങനെ ഇരിക്കുമെന്നൊന്നും നമുക്കറിഞ്ഞുകൂടാ. ഏത് രീതിയിലുള്ള ശരീരമായിരിക്കും നമുക്കറിഞ്ഞുകൂടാ. അതേക്കുറിച്ച് പരിശുദ്ധ പിതാവ് എന്തൊക്കെ മാർപ്പാർ പറയുന്നത് അതൊരു മൂന്നാം മാനമാണ്. ഇത് തേർഡ് ഡയമെൻഷൻ. നമുക്കാർക്ക് അറിഞ്ഞുകൂടാ, നമ്മളാരും കണ്ടിട്ടുമില്ല അതെങ്ങനെ ഇരിക്കുമെന്ന്. പക്ഷേ അതുണ്ട് എന്നുള്ള 100% ഉറപ്പാണ് എന്ന് കർത്താവ് തന്നെ തൻ്റെ മരണത്തിന് ശേഷം ഉത്ഥാനം ചെയ്ത് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുക മാത്രമല്ല, അവരുടെ മുമ്പിൽ വെച്ച് ഭക്ഷണം കഴിക്കുകയും അവരോടൊപ്പം സംസാരിക്കുകയും അവരോട് തൻ്റെ ശരീരത്തിൽ തൊട്ടു നോക്കാൻ പറയുകയൊക്കെ ചെയ്തുകൊണ്ട് ആ ഉത്ഥാനത്തെ കർത്താവ് സ്ഥിരീകരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടത് കേവലം ഒരു മിഥ്യയല്ല, അതൊരു വിശ്വാസ സത്യമാണ്. നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അത് ഉണ്ടാകും എന്നുള്ളത് 100% ഉറപ്പാണ്. ആ നിത്യജീവനിലെ ഏത് തരത്തിലുള്ള ജീവിതം അതിൻ്റെ പാളത്ത് നിശ്ചയിക്കുന്നത് നമ്മുടെ ഇവിടെയുള്ള പ്രവർത്തന ശൈലികളൊക്കെ തന്നെയാണ്, സമീപന ശൈലികൾ. അനുബന്ധനെ സംബന്ധിച്ച് പറയുമ്പോൾ എനിക്ക് യാതൊരു സംശയമില്ല, അദ്ദേഹത്തിൻ്റെ ഈ സമീപന ശൈലി അദ്ദേഹത്തെ തീർച്ചയായിട്ടും ആ സ്വർഗത്തിനായിട്ടുള്ള വീർപ്പിന് അദ്ദേഹത്തെ യോഗ്യനാക്കും എന്നുള്ളത്. ഒരുപാട് പുസ്തകത്തിൽ യോഹന്നാൻ ശരിയായിക്കെത്തുന്ന ഒരു വെളിപാടുക എന്നൊരു കാര്യമുണ്ട്. 20-ാം അധ്യായത്തിലാണിത്. 20-ാം അധ്യായത്തിൽ 4-ാം വാക്യം മുതൽ അധീനയാണ്. പിന്നെ ഞാൻ കുറേ സിംഹാസനങ്ങൾ കണ്ട് അവയിലിരുന്നവർക്ക് വിധിക്കാൻ അധികാരം നൽകപ്പെട്ടിരുന്നു. കൂടാതെ യേശുവിനും ദൈവവചനത്തിന് നൽകിയ സാക്ഷ്യത്തെ പ്രതി ശിരച്ഛേദം ചെയ്യപ്പെട്ടവരുടെ ആത്മാക്കളെയും മൃഗത്തെയോ അതിൻ്റെ സാദൃശ്യത്തെയോ ആരാധിക്കുകയും നെക്കീരും കയ്യിൽ അതിൻ്റെ മുദ്ര സ്വീകരിക്കാതിരിക്കുകയും ചെയ്യാതിരുന്നവരെയും ഞാൻ കണ്ടു. അവർ ജീവൻ പ്രാപിക്കുകയും 1000 വർഷം ക്രിസ്തുവിനോടുകൂടി വാഴുകയും ചെയ്തു. ഇതാണ് ഒന്നാമത്തെ പുനരുത്ഥാനം. മരിച്ചവരിൽ അവശേഷിച്ചവർ 1000 വർഷം വരെ പൂർത്തിയാകുന്നവരെ ജീവൻ കാണിച്ചില്ല. എന്നാൽ ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ കണ്ടുകൊള്ളുന്നവർ അനുഗ്രഹീതരും പരിശുദ്ധരുമാണ്. ഇവരുടെ മേൽ രണ്ടാമത്തെ മരണത്തിന് ഒരു അധികാരവുമില്ല. ഇവർ ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും പുരോഹിതരെന്നായിരിക്കും. അവർ അവനോടുകൂടെ 1000 വർഷം വാഴുകയും ചെയ്യും. ഈ ഒന്നാമത്തെ പുനരുത്ഥാനം എന്ന് വെളിപാട് പുസ്തകം പറയുന്നത് ജ്ഞാനസ്നാനത്തെക്കുറിച്ചാണ്. ജ്ഞാനസ്നാനം വഴി നമ്മൾ കർത്താവിനോടൊപ്പം മരിക്കുകയും ഉയർക്കുകയും ചെയ്തു എന്ന് തൻ്റെ ലേഖനം റോമാക്കാരുടെ ലേഖനം 6-ാം അധ്യായത്തിൽ വിശുദ്ധ പൗലോസ് പറയും. ആ പുനരുത്ഥാനത്തിൽ പങ്കുചേർന്ന ആർക്കും പിന്നീട് രണ്ടാമതൊരു മരണമില്ല. നമുക്കറിയാം, നമ്മൾ ജ്ഞാനസ്നാനം സ്വീകരിച്ചാൽ ഈ ലോകത്തിൽ മരണമുണ്ടാകും. അതേക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഈ ജ്ഞാനസ്നാന ജീവിതത്തിനനുസരിച്ച് ഈ ലോകത്തെ ജീവിതത്തെ നയിക്കുകയാണെങ്കിൽ, നിയന്ത്രിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ വരുന്ന ലോകത്തിലെ നരകത്തെക്കുറിച്ച്, ശിക്ഷാവിധിയെക്കുറിച്ച് പേടിക്കേണ്ട എന്നാണ് പറഞ്ഞത്. അങ്ങനെയുള്ളവർ കർത്താവിനോടൊപ്പം 1000 വർഷം പുരോഹിതരായിട്ട് ജീവിക്കുന്നതാണ്. നമ്മളെക്കുറിച്ചെല്ലാമാണ് പറയുന്നത്. എല്ലാ ശിഷ്യരെക്കുറിച്ച്, അതിലേറെ തൻ്റെ ജനത്തെ നയിക്കാനായിട്ട് പ്രത്യേകമായിട്ട് തൻ്റെ സ്ഥാനം ഏറ്റെടുക്കാൻ വിളിക്കപ്പെട്ട അനൂപച്ചൻ്റെ കാര്യത്തിൽ ഈ പുനരുത്ഥാനത്തിൽ തീർച്ചയായിട്ടും യാതൊരു സംശയവുമില്ല, അദ്ദേഹം 1000 വർഷം കർത്താവിനോടും കൂടി പുരോഹിതനായിരിക്കും എന്നുള്ളത് നിശ്ചയമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അദ്ദേഹത്തിൻ്റെ ദൗത്യ നിർവഹണം പൂർത്തിയാക്കി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എത്തിച്ചേർന്നതിനെ വിശ്വസിക്കുക. 1000 വർഷം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവസാനിക്കാത്തത്, നമുക്ക് ആർക്കും ചിന്തിക്കാൻ പറ്റാത്ത അത്രയും ദൈർഘ്യമുള്ളത്. അങ്ങനെ അദ്ദേഹം നിത്യമായിട്ട് കർത്താവിനോടൊപ്പം പുരോഹിതനായിട്ട് ജീവിക്കുമെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ നമ്മുടെ ഈ ആദ്യത്തെ പുനരുത്ഥാനത്തിന് വിധേയപ്പെട്ട് വിശ്വസ്തയോടെ ജീവിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ പുനരുത്ഥാനത്തിൽ ശിക്ഷയെക്കുറിച്ച് പേടിക്കേണ്ടതില്ല. ദൈവമുള്ളവരെ അനുഭവിച്ചതിൻ്റെ ഈ മകനീയമായിട്ടുള്ള ജീവിത മാതൃക എന്നും നമ്മളെ പ്രചോദിപ്പിക്കട്ടെ. കുടുംബാംഗം പ്രത്യേകിച്ച്
ഈ ഒരു മാതൃകയിൽ നിന്നും പ്രചോദനം നൽകട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ തീർച്ചയായിട്ടും കുറേ കാലത്തേക്ക് നിർത്തും. അത് കഴിയുമ്പോൾ പതുക്കെ ഇത് മായാൻ തുടങ്ങും. എങ്കിലും എന്നെങ്കിലുമൊക്കെ ആരെയെങ്കിലുമൊക്കെ വീണ്ടും അദ്ദേഹത്തിൻ്റെ ഈ ചൈതന്യവും അദ്ദേഹത്തിൻ്റെ ശൈലിയും അദ്ദേഹത്തിൻ്റെ പ്രതികരണ ശൈലിയുമെല്ലാം പ്രചോദിപ്പിച്ചെന്ന് വരാം. അപ്പോൾ നിങ്ങൾക്കെന്നും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഓർമ്മ ദീപ്തമായിരിക്കട്ടെ. ആ ദീപ്തമായ ഓർമ്മയുടെ മുമ്പിൽ നിങ്ങൾക്ക് കർത്താവിൽ സമാശ്വാസം നടത്താൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം. അമ്മയുടെ മടയിൽ കിടന്ന ആ മകൻ കുരിശിൽ നിറക്കി കിടന്നപ്പോഴുണ്ടായ വേദന, അതുപോലെ വേദന തീർച്ചയായിട്ടും ഇന്ന് അമ്മയുടെയൊക്കെ മനസ്സിലുണ്ടാകും. അപ്പോൾ എല്ലാം ഓർക്കേണ്ട ഇതാണ്, നിശബ്ദമായിട്ടെല്ലാം മനസ്സിൽ സൂക്ഷിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്ന ആ അമ്മ ഈ ലോകത്തിന് കർത്താവിനെ കൊടുക്കാൻ, രക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട് താനും കടന്നുപോയ ആ പീഡകൾ, അതെല്ലാം കുടുംബാംഗങ്ങൾ, മാതാപിതാക്കൾ ഓർക്കുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും സംതൃപ്തി ഉണ്ടാകും. ഒരുപക്ഷെ സങ്കടമുണ്ടെങ്കിൽ പോലും ദൈവം നിങ്ങളുടെ മനസ്സിനെല്ലാം തൊട്ട് സുഖപ്പെടുത്തട്ടെ, ശാന്തതപ്പെടുത്തട്ടെ. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മളെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.